നമസ്കാരം. ഞാൻ ലക്ഷ്മികാന്ത്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലവും വന്നു. 137 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് ബിജെപിക്ക് സീറ്റ് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് പാഞ്ചജന്യം ഭാരതം എന്ന ദേശീയ സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയനായിട്ടുള്ള വിനോദ് കല്ലേച്ചി വിവരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം പാഞ്ചജന്യം ഭാരതത്തിന്റെ മാതൃഭാരതി ദേശീയ അധ്യക്ഷ കൂടിയാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു ഹിന്ദുത്വം ഈ രാഷ്ട്രത്തിനില്ല. അതുപോലെ തന്നെ ഹിന്ദുത്വത്തിൽ നിന്ന് അന്യമായിട്ടുള്ള രാഷ്ട്രീയവും ഭാരതത്തിനില്ല. നമ്മുടെ ആരാധ്യരായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്നെ അവതാരമെടുത്തിട്ടുള്ളത് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അരാജകത്വം അവസാനിപ്പിച്ച് സകല ജീവജാലങ്ങൾക്കും ക്ഷേമം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഹിന്ദുവും രാഷ്ട്രീയ ഹിന്ദുവായിട്ട് മാറേണ്ടതിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിവരണം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. വായിക്കാം. രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് വിജയിച്ചത് അറിയാതെ അബദ്ധത്തിലെങ്ങാനും ഹിന്ദുവിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ബാക്കി സമയം മുഴുവനും വികസനം മാത്രം പറഞ്ഞതുകൊണ്ടാണ്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയിച്ചത് ഹിന്ദുവിന്റെ വിഷയം മാത്രമല്ല, സകല ജനങ്ങളുടെയും വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായ ജനകീയ നേതാവായി മാറിയതുകൊണ്ടാണ്. ബി ഗോപകുമാർ ചാത്തന്നൂരിൽ വിജയിച്ചത് മണ്ണിനോട് ചേർന്ന് കിടന്ന് നാട്ടുകാരിൽ നാട്ടുകാരനായി സ്ഥാനാർത്ഥിയേത് നാട്ടുകാരനേത് എന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത വിധം പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് വയലാർ എഴുതിയത് ചാത്തന്നൂർ MLA കണ്ടുകൊണ്ടാണോ? വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പൊട്ടിവിടർന്ന ആ മനോഹരമായിട്ടുള്ള ചിരി കേന്ദ്ര സഹമന്ത്രിയായപ്പോഴും സഹമന്ത്രിയല്ലാതെയായപ്പോഴും പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോഴും ഇപ്പോൾ MLA ആയപ്പോഴും പലരുടെയും ഉറക്കം കെടുത്തി തുടരുന്നു. ഗുരുത്വം അല്ലാതെ എന്തു പറയാൻ? കോൺഗ്രസിന്റെ കേരളത്തിലെ വിജയമെന്നാൽ രക്ഷകരായി വരേണ്ടവർ ദുർബലരായി നിന്നപ്പോൾ മാറത്തലച്ചുകൊണ്ട് ജനം കൊടുത്ത ഒരു ദാനമാണ് ഈ താൽക്കാലിക വിജയം. ഇത് ഭാരതത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ ബംഗാളിൽ നേതാജിയുടെ തലമുറക്കാർ ഒരു വരം പോലെ മമതയ്ക്ക് കൊടുത്തു. അവതാരം പോലെ വന്ന മോദിജി ആ വരം വീണ്ടെടുത്തു. ഇവിടെ പരശുരാമന്റെ ഭാർഗവഭൂമിയിൽ എല്ലാവരും സോദരത്വേന വാഴുന്ന കൊച്ചു കേരളത്തിൽ താൽക്കാലികമായ ഒരു വരം കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് പൂഴിക്കടകൻ പഠിക്കാൻ സാക്ഷാൽ അയ്യപ്പസ്വാമി ആലപ്പുഴയുടെ ഏതോ പ്രദേശത്ത് പോയിരുന്നു. അങ്ങനെ ഒരു നാൾ മഹിഷി നിഗ്രഹവും കഴിഞ്ഞ് അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരിയായി ശബരിമലയിൽ തുടരുന്നു. അങ്ങ് രാജ്യതലസ്ഥാനത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ന്യായാധിപന്മാർ കേൾക്കുമ്പോൾ കാതോർക്കാം. പുതിയ വിധി ചരിത്രമാകും. ഭാവിയിൽ കേരളത്തിലും ഇങ്ങനെ ശ്രീ വിനോദ് കല്ലേച്ചി, പാഞ്ചജന്യം ഭാരതത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിവരണം തന്നെയാണ് ഇത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.